അപ്പൊ ഗുഡ് മോർണിംഗ് ഉണ്ട് ട്ടാ. അപ്പൊ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഞാൻ ദേ 4 മണിക്ക് എണീറ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വന്നപ്പോഴേക്കും ദേ 4:10 മുഖമൊക്കെ കഴുകി. അപ്പൊ ഞാൻ നേരെ പോയിട്ട് അടുപ്പ് കൂട്ടി TV കത്തിച്ചിട്ട് നമ്മൾ ദേ വെള്ളം എടുത്തിട്ട് നേരെ അടുപ്പത്തേക്ക് വെക്കാം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ഡേ ഇൻ മൈ ലൈഫ് ആട്ടാ. അതുപോലെ തന്നെ ഇന്ന് കുറെ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ ഞാന് തലേ ദിവസം തന്നെ എല്ലാ പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീട്ടില് ചീരയുണ്ട്. ചീര അപ്പൊ 2 തണ്ട് ചീരയുടെ മുറിച്ചെടുത്ത് അപ്പൊ അത് ഞാനൊക്കെ വൈകുന്നേരം സെറ്റ് ചെയ്തു. കാരണം ഞാൻ ജിമ്മിന് പോകുന്നുണ്ട് ഇപ്പൊ. അതുകൊണ്ട് തന്നെ എല്ലാ പണിയും കഴിച്ചിട്ട് വേണം പോവാൻ. ഞങ്ങളിന്ന് ഒരു പച്ചക്കറി സദ്യയാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പൊ സാമ്പാർ, ഉപ്പേരി, രണ്ടെണ്ണം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇരിക്കാൻ നേരമില്ല, ഇന്ന് ഡ്രിങ്ക് കുടിക്കാനൊന്നും. ജസ്റ്റ് കുടിച്ചുകൊണ്ടേ തന്നെ പണിയെടുത്തു. അപ്പൊ ദേ നമ്മള് സാമ്പാറിന് വേണ്ടിയിട്ട് കുക്കർ അവിടെ വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ ചിരകുണ്ട്. അതുപോലെ ഒരടുപ്പിൽ പച്ചപ്പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കുക്കർ കിടന്ന് വിസിലടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക വഴക്ക അതിൻ്റെ ഇടയിലാണ് തോരൻ നമ്മളിങ്ങനെ കാച്ചെടുക്കില്ല, അതിൽ നമ്മുടെ പൊടിച്ച മുളക് കഴിഞ്ഞത്. അപ്പൊ ഞാൻ കുറച്ച് മുളക് എടുത്ത് പൊടിച്ചതാ നിറച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൽ നിന്ന് ലാസ്റ്റ് എടുത്തത് കുറച്ച് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പൊ നമുക്കിപ്പോ തോരൻ ഇപ്പൊ നമുക്കതൊന്നും കാച്ചെടുക്കണല്ലോ, നമ്മുടെ പച്ചപ്പയറും അതുപോലെ തന്നെ ചീരയൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലേറ്റിൽ കുറച്ച് കുറ്റിപ്പൊടി മുളക് അതിൽ വെച്ചിട്ട് എല്ലാതും പെട്ടെന്ന് പണി കഴിഞ്ഞു. കാരണം ഞാൻ അരിഞ്ഞു വെച്ചു തലേദിവസമായി. കാരണം നമുക്ക് ഇന്ന് കുറച്ച് കൂടുതൽ പണിയുണ്ട്. 6 മണിയാകുമ്പോൾ ഞാനും അമ്മ കൂടിയിട്ടാണ് ജിമ്മിന് പോണത്. അപ്പൊ ഈ സാമ്പാർ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അടുക്കളയിലത്തെ പണികൾ ഒരു വിധം ഒതുങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ സാമ്പാറിൽ അവസാനം കുറച്ച് സാമ്പാർ പൊടി ചൂടാക്കി ഇട്ടിട്ട് എന്നിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് മൂടി വെക്കും, കുറച്ച് കായപ്പൊടി കൂടി ചേർത്തിട്ട്. അപ്പൊ അതേ പാറുവിന് പപ്പടം വലിയ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാക്കില്ല, ഇതുപോലെ സാമ്പാറൊക്കെ വെക്കുമ്പോൾ ഉണ്ടാക്കും. അപ്പൊ ഞാൻ കുഞ്ഞു പപ്പടല്ലേ അതാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ദേ നമ്മുടെ പപ്പടം ഞാൻ ഈ ഒരു കയ്യിലുണ്ട് കേട്ടോ പപ്പടം കോരിയെടുക്കണേ. അങ്ങനെ അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ചോറിന്റെ ഇവിടെ ഊറ്റി പെട്ടെന്ന് തന്നെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. അതാണ് എനിക്കൊരു ഭാഗ്യം തോന്നിയത്. കാരണം 4 മണി ടു 5 മണി, അതുപോലെ 6 മണി, അങ്ങനെ ആ ഒരു 2 മണിക്കൂറിനുള്ളിൽ പണി കഴിയാനുള്ള പണിയുള്ളൂ. അതെ 5:25 ഞാൻ ദേ നമ്മുടെ എന്താ പറയാ വെള്ളപ്പം അവസാനം വെള്ളപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അടുപ്പൊക്കെ ഒന്ന് ഒഴിഞ്ഞ് സെറ്റായിട്ട്. അപ്പൊ അതും കൂടി സെറ്റായി. അങ്ങനെ എന്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഒരു 5:45 പണി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം പണി കഴിച്ചു. അപ്പൊ നമ്മുടെ ബ്രൗൺ റൈസ്, വെള്ളപ്പം, അതുപോലെ തന്നെ നമ്മുടെ പച്ചപ്പയറിന്റെ ഉപ്പേരി, അതുപോലെ തന്നെ ചീര ഉപ്പേരി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫൈനലി നമ്മുടെ സാമ്പാറും കൂടി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ പോയിട്ട് മുഖം ഒന്നുകൂടി ഫേസ് വാഷ് ഇട്ട് കഴുകി ഇതേ നമ്മുടെ ഈ ഒരു ജിമ്മിന്റെ ഡ്രസ്സുകൾ കാണിച്ചു തരാന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ കാലിന്റെ, അതായത് നമ്മുടെ ആംഗിൾ ലെങ്ത് ഇല്ലേ, അവിടെ നമുക്ക് കുറച്ച് ലോക്കായിട്ട് എടുക്കുന്ന ടൈപ്പും പിന്നെ നെക്ക് കുറച്ച് കയറി കിടക്കുന്ന ടൈപ്പും ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അമ്മൂന് ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ എടുത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ച് ആംഗിൾ ലെങ്ത് ഇട്ട് കിടക്കുന്ന ടൈപ്പ് വേറൊരു ടൈപ്പ് എടുത്തിരിക്കണം കേട്ടോ. അപ്പൊ ഇത് അമ്മൂന് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തത്. അപ്പൊ ഒരു 3-4 എടുത്തിട്ടുണ്ട്. മാറി മാറി ഇടാൻ വേണ്ടി ശരിക്കും 2 മതി. അപ്പോ ഇനി എങ്ങാനും വല്ല ഉണങ്ങാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് മാറിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക്, ഞാൻ 2 ബ്ലാക്ക് തന്നെ എടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നും ഒരേ ഡ്രസ്സ് ഇടാന്ന് വിചാരിക്കും. കാരണം 2 ബ്ലാക്കാ. ജസ്റ്റ് 3 ലൈൻ ഉണ്ട് കൈമയും ഒരു കാലുമയും, അത്രേ ഉള്ളൂ. പിന്നെ ഷൂ എടുത്താട്ടത്. എനിക്ക് ഷൂ ഉണ്ടായിരുന്നത് അത്ര നന്നായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് ഫ്ലോർ എക്സസൈസുകൾ ചെയ്യുമ്പോൾ അടിയിൽ ഗ്രിപ്പ് ഉള്ളത് നല്ലതെന്ന് കേട്ടു. അപ്പൊ അതുകൊണ്ട് ഞാനും അമ്മ കൂടിയിട്ട് ഒരേപോലത്തെ ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ബാഗ് പിന്നെ ടവലൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ ബാഗ് 100 രൂപയ്ക്ക് മേടിച്ചിട്ടോ. നമുക്ക് ഷൂ ഒക്കെ നമ്മൾ കൈ പിടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ ഇടണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ കൈ പിടിച്ച് കൊണ്ടുപോകാൻ ചെയ്യാറ്. വെള്ളം കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് ടോർച്ച് ഉണ്ട്, ടവലൊക്കെ വേണം നിർബന്ധമായിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിൽ, ഇതൊരു 1 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിലാണ്. അതും സെറ്റ് ആക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ലിങ്ക് ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ എന്റെ മുഖത്തൊരു കുരു വന്നത് കണ്ട. എനിക്ക് അറിഞ്ഞൂടാ, ഞാനേ പാലും ഒക്കെ എനിക്ക് പറ്റാത്തൊരു ഐറ്റംസ് ആയി മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കഴിച്ചാൽ അപ്പൊ വരും കുരു. അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് കേട്ടോ ജിമ്മിന്റെ. അപ്പൊ ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു ആംഗിൾ ലെങ്ത് പോലെ നിൽക്കും, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ദേ ബാഗ് ഇട്ട് സെറ്റായി. എൻ്റെ ഇടയിൽ അമ്മൂനെ പോയി വിളിച്ച് അമ്മൂന്റെ കാര്യങ്ങളൊക്കെ കഴിച്ച് പല്ലേപ്പും അതുപോലെ ഡ്രസ്സ് മാറലൊക്കെ ആയിട്ട് അവിടെ റൂമിലുണ്ട്. അങ്ങനെ നമുക്ക് ഇറങ്ങാം കേട്ടോ. അപ്പൊ 6 മണി, ഒരു 6:20 ആകുമ്പോഴേ നമ്മൾ ജിമ്മിൽ എത്താം. അപ്പൊ ഇവിടുന്ന് ഒരു 6:10 ആയാൽ നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. ഒരു കുന്ന് കയറി ഇറങ്ങണം, അത്രേ ഉള്ളൂ. അങ്ങനെ ദേ അമ്മു സെറ്റായി. അപ്പൊ അമ്മുവിന്റെ ഡ്രസ്സ് കണ്ടില്ലേ നമ്മൾ, അതായത് മധുരമായിട്ടാ നമുക്ക് നിൽക്കുക. അപ്പൊ നമ്മൾ ഇറങ്ങിയപ്പോ ഇരുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ എന്നാ നമുക്ക് അങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങള്. അപ്പൊ ഞങ്ങളുടെ നടക്കാട്ടെ. അപ്പൊ നമ്മള് അത്യാവശ്യം വെളിച്ചുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങളൊരു സേഫ്റ്റിക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് ഇരുട്ട് കൂടുതലുള്ള പോലെ തോന്നും. അപ്പൊ അതുകൊണ്ട് സേഫ്റ്റിക്ക് നമ്മൾ ടോർച്ച് എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പോണ വഴികളൊക്കെ കണ്ടോ, നല്ല നല്ല രസമുള്ള വഴിയായിട്ട്. എനിക്ക് ഈ വഴി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് മുന്നിലൊരു ചേട്ടൻ പോകുന്നുണ്ട്. അങ്ങനെ
നമ്മുടെ ജിമ്മ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ അത്രയുള്ള ജിമ്മിലെ പരിപാടി. അപ്പൊ നമ്മുടെ എക്സസൈസ് കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഇത് കുളിച്ച് നിൽക്കാണ്. അപ്പോ നമ്മള് നടക്കാട്ടോ. ഇവിടെ നടന്നു പോകുമ്പോ തന്നെ നമുക്ക് അത്യാവശ്യം കാർഡിയോ കിട്ടും. കാരണം ഒരു കുന്നുണ്ട് ഞങ്ങൾക്ക് കയറാൻ. അപ്പോൾ നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. ബർത്ത്ഡേ ബോയിന് നമ്മൾ ഇതുവരെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടില്ല. ഞാൻ 1:30 വിഷ് ചെയ്തു, പിള്ളേര് വിഷ് ചെയ്തിട്ടില്ല. ഇന്ന് സ്കൂളിൽ പോയി അത് വേണ്ട, പട്ടിപ്പൊപ്പർ വേണ്ട, മറ്റേ ഹാപ്പി ബർത്ത്ഡേയുടെ ആ ഒരു ചെയിൻ അത് മേടിക്കാം. പിന്നെ അതിപ്പോൾ അതുമ്പോൾ കയറിയുണ്ട് ക്രോഷറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളിനി നടക്കാട്ടോ. നടന്ന് ഇനി വീട്ടിലെത്തിയിട്ട് നമുക്ക് വിഷ് ചെയ്യാം അച്ഛനെ അല്ലേ. ഒഫീഷ്യലായിട്ട് വിഷ് ചെയ്യാം എല്ലാവർക്കും കൂടി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. അങ്ങനെ ദേ അമ്മൂനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു കേട്ടോ. അമ്മൂന് ഇപ്പൊ ഭയങ്കര വിശപ്പാവും. നമ്മൾ ജിമ്മൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് വിശക്കും. പക്ഷെ എനിക്ക് അതിന് കഴിക്കാനിരിക്കാൻ പറ്റില്ല. കാരണം അമ്മൂന് ലഞ്ച് ബോക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മൂന് ഞാൻ പനീർ, അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡാണ് കൊടുക്കണേ. അവൾക്ക് അത്യാവശ്യം അവള് കാര്യങ്ങളൊക്കെ ചെയ്യണതല്ലേ. അപ്പൊ അവൾക്കും അവളുടേതായിട്ടുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ സെറ്റാക്കി അങ്ങനെ അമ്മൂന് ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് വെള്ളമൊക്കെ കൊടുത്ത് പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഈ പാറു നമ്മുടെ തേങ്ങാപ്പാൽ ഇട്ടിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്കും ചേട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ചേട്ടന്റെ സ്മൂത്തിയാണ്, അതുപോലെ എഗ്ഗ്, എനിക്ക് ഒരു എഗ്ഗും, അതുപോലെ തന്നെ എന്റെ സ്മൂത്തി സ്പെഷ്യൽ ആട്ടോ. എന്റെ സ്മൂത്തി എന്ന് പറഞ്ഞാല് ഇതൊരു സ്പെഷ്യൽ സ്മൂത്തിയാണ്. നമ്മുടെ നിലാ സിറപ്സിന്റെ സ്മൂത്തി ഇറങ്ങുന്നുണ്ട്. വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അത് എന്തായാലും അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കാം. അപ്പൊ അതാട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പൊ എനിക്ക് വിശക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അമ്മൂന് കുറച്ചും കൂടി സമയമുണ്ട് പോകാനായിട്ട്. അപ്പൊ അവളോട് ഡ്രസ്സൊക്കെ മാറുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴിച്ചു. അങ്ങനെ നമ്മുടെ അമ്മുക്കുട്ടി സെറ്റായി ഇറങ്ങിട്ടോ. അപ്പോ എന്ന് പറഞ്ഞാല് നമ്മള് ജിമ്മിനൊക്കെ പോയിട്ടേ നല്ല വേദനയുണ്ട് കൈയും കാലും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ തൊടഭാഗമൊക്കെ നല്ല പെയിനാണ്. പക്ഷെ എന്നാലും അത് മാറും കേട്ടോ. കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മൾ പോയി കഴിയുമ്പോൾ സെറ്റ് ആവും. അങ്ങനെ അവള് പോയിട്ടോ. അതിന് ശേഷം ഞാൻ ഇന്ന് ഹെയർ പാക്ക് ഇടുന്ന ദിവസം. അപ്പൊ നമ്മുടെ നിലാ സെറപ്സിന്റെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ഹെയർ പാക്ക് ആണ് നമ്മൾ ഇടുന്നത്. ഇതില് താമരയല്ലി, അതുപോലെ തന്നെ ജടാമാഞ്ചി, ഉലുവ, അതേപോലെ എള്ള്, അതുപോലെ ശിക്കക്കായ്, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അത് കുറെ അധികം ഇൻഗ്രീഡിയൻസ്, ഹെർബൽ ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള പൗഡറാണ്. അപ്പൊ അത് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ഞാൻ എഗ്ഗിലാണ് ഇത് മിക്സ് ചെയ്യണത്. നമുക്ക് ഇത് തൈരിൽ മിക്സ് ചെയ്യാം, കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്യാം. ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വെറുതെ വെള്ളത്തിൽ, അലോവേരയിൽ, അങ്ങനെ എല്ലാത്തിലും മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു മുഴുവനായിട്ടൊരു എഗ്ഗ് എടുക്കുന്നുണ്ട്. നമ്മുടെ ചിലർക്കത് എഗ്ഗിന്റെ മഞ്ഞ ഉണ്ടാവില്ല, യോക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് മാത്രം എടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാട്ടോ. അപ്പൊ ഞാൻ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഹെയർ നന്നായി വളരാനൊക്കെ പ്രൊമോട്ട് ചെയ്യണ ഹെയർ ഗ്രോത്തിന്റെ പാക്കാട്ടോ. അപ്പോൾ നമ്മൾ ജിമ്മിന് പോണെ കുറിച്ച് സംസാരിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു സംസാരിക്കാനാട്ടോ. അപ്പൊ ഭയങ്കര വെയിലുണ്ട്. അപ്പൊ ഞാൻ അതാണ് ഭയങ്കര പളപളാന്നിരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ടുള്ള പോയിട്ട്, പക്ഷെ ഭയങ്കര ഒരു ഫീൽ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ പിന്നെ ഫുള്ള് ബോഡി പെയിൻ അതെന്തായാലും ഉണ്ടാവും. നമ്മൾ ബിഗിനറാണ്, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ജിമ്മിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എക്സസൈസുകൾ ചെയ്യുമ്പോഴേ. അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് ഞാൻ എത്തി തുടങ്ങി. ഞാനൊരു 56-55 ആണ് ഇപ്പോൾ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ 55 ആവും, ചിലപ്പോൾ ഒരു ചെറിയ വ്യത്യാസം കൊണ്ട് 56. അപ്പോൾ ആ ഒരു വെയിറ്റ് ആണ് ഇപ്പോൾ എനിക്കുള്ളത്. ഇനി നമ്മൾ വേണ്ടത് നമ്മുടെ മസിൽസ് ഇനി പെട്ടെന്ന് ലൂസാവും. ഒന്നാമത്തെ 35 ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ മസിൽസ് ലൂസ് ആവാണ്ടിരിക്കാൻ മസിൽസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ് ഞാൻ നമ്മുടെ ട്രെയിനറുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. പിന്നെ അതിൽ കാർഡിയോ ഉണ്ട്, ഇടയ്ക്ക് കാർഡിയോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ട്രെയിനർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എൻ്റെ ഷോൾഡർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞുണ്ട്. അപ്പോൾ അത് ഒന്ന്, പിന്നെ ഞാൻ അങ്ങനെ നടക്കണേൻ്റെ ആയിരിക്കും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ നമുക്ക് വെയിറ്റ് കൂടില്ല, പക്ഷെ മസിലിന് ഒരു എന്താ പറയുക ഇത് വരില്ലേ, എന്താ പറയുക ഒരു മസിൽ സ്ട്രെങ്ത് വരുമ്പോൾ നമുക്ക് വെയിറ്റിൽ നമ്മൾ നോക്കുമ്പോഴുള്ള വെയിറ്റ് ചിലപ്പോൾ വ്യത്യാസം കൂടും ചിലപ്പോൾ. പക്ഷെ നമ്മുടെ ബോഡിയിൽ എവിടെയും ഫാറ്റോ കാര്യങ്ങളൊന്നും വരാനല്ല കേട്ടോ. അത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് വെയിറ്റ് കുറച്ചാലും നമ്മൾ ഈ മസിൽസൊക്കെ ലോസ് ആവാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളിങ്ങനെ ഒരു തോന്നിയ മാതിരി ഒരു വെയിറ്റ് കുറച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ഏജ്ഡ് ആയ മാതിരിക്ക് ഫീൽ ചെയ്യും.
അപ്പം അതൊക്കെ നമുക്ക് സെറ്റ് ആക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു വെയിറ്റിലേക്ക് എത്തിയാൽ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു വെയിറ്റിലേക്ക് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ആ വെയിറ്റിലേക്ക് എത്തിയാൽ പിന്നെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ജിമ്മിലൊക്കെ പോയി ഒന്ന് സെറ്റാക്കി ടോണ്ടാക്കി എടുക്കാം. അതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയാണ് പോണത്. അപ്പോൾ ഇപ്പം ആക്ച്വലി കണ്ടറിയാം ഞാൻ വെയിറ്റ് കുറവാണ്. ഞാൻ 56 പക്ഷെ ആ ഒരു മസിൽസൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അത് എന്തായാലും നമുക്ക് വേണ്ടതാണ്. പ്രത്യേകിച്ച് നമുക്കൊരു ഏജ് ആകുമ്പോൾ തോറും നമ്മൾ പിന്നെ ബോഡീനെ എല്ലാ ഭാഗത്തും അപ്പോൾ ഭയങ്കര പെയിൻ ആട്ടാത്തോണ്ട നമ്മുടെ കാലിൻ്റെ ബാക്കിലത്തെ ആ ഒരു എന്താ പറയുക മസിലില്ല അവിടെ ഇവിടെ ഒക്കെ ഭയങ്കര പെയിന്. അമ്മൂന് കൂടുതൽ കൊടുക്കുന്നത് കാർഡിയോ ആണ്. കാരണം എന്താ വെച്ചാൽ കാർഡിയോ മീൻസ് സ്കിപ്പിങ്, സൈക്ലിങ്, അങ്ങനത്തെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള അവൾക്ക് എക്സസൈസ് ആട്ടോ. ഭയങ്കര നല്ല ട്രെയിനറാണ്. ഞാൻ പിന്നെ കൂടുതൽ വിശേഷങ്ങളായി കാണിക്കാഞ്ഞത് വേറെ ഒന്നല്ല. ഒന്നാമത്തത് അത് ലേഡീസിന്റെ ജിമ്മാണ്. പിന്നെ എന്താ പറയുക, അങ്ങനെ അവരിടുന്ന ഡ്രസ്സുകൾ, ജിമ്മിലെ ഡ്രസ്സ് നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു ഡ്രസ്സിൽ പുറത്ത് കാണണമെന്നോ അങ്ങനെ താല്പര്യം ഉണ്ടാവില്ല. പിന്നത്തെ കാര്യം വേറെ ഒന്നല്ല, ഞാനിപ്പോൾ പോയിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ബെറ്റർ ആയിട്ട് തോന്നിയെങ്കിലാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുക. അതാണ് ഞാൻ പിന്നെ വേറെ ഒന്നും പറയാഞ്ഞത്, എന്താ ചെയ്യണമെന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ എനിക്കോ ബെറ്ററായി തോന്നുകയാണെങ്കിൽ എന്തായാലും ഞാൻ പറയും കേട്ടോ, അത് ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോണത് പായസം ഉണ്ടാക്കാനുണ്ട്. പായസം ഞാൻ ഉച്ചയ്ക്ക് എന്തായാലും ബർത്ത്ഡേ ബോയ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മും ഇല്ല, അതൊരു വിഷമമാണ്. എന്നാലും പിന്നെ സാലഡ് ക്ലാസ് ഉള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു പായസം ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഊണഴിക്കണേ മുന്നേ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ഞാൻ ഓയിലിട്ടിട്ട് ഷാമ്പും കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ചൊവ്വാഴ്ച, ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ് 19-ാം തീയതി. ഇന്നിപ്പോൾ ഞാൻ ഹെയർ പാക്ക് ഇടണം കേട്ടോ. അപ്പോൾ ഹെയർ പാക്ക് ഇടുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിലാസർബ്സിന്റെ ഈ ഒരു ഹെയർ പാക്കാണ് ഇടുന്നത്. എഗ് വൈറ്റ് ആണ് എൻ്റെ മിക്ക പാക്കിൽ എഗ് വൈറ്റ്, അതുപോലെ കറ്റാർവാഴ, തേങ്ങാപ്പാലൊക്കെ ഉണ്ടാവും. അപ്പോൾ തേങ്ങാപ്പാൽ പതിവ് എടുക്കണില്ല, കാരണം എൻ്റെ മുടി ഓയിലി ആയതുകൊണ്ട്. പിന്നെ ആ ഒരു സിൽക്കി സ്മൂത്തൊക്കെ ആവാൻ കുറച്ച് ഒരു സ്പൂണൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എഗ് വൈറ്റ് മസ്റ്റാണ് ചെയ്യാറുണ്ട് കേട്ടോ. എഗ് വൈറ്റ്, തൈര്, ഇത് രണ്ടും ചെയ്യും. അപ്പൊ ഇന്നിപ്പോ ഇവിടെ തൈര് ഞാൻ എടുക്കണില്ല, എഗ് വൈറ്റ് എടുക്കുകയാണ്. അപ്പൊ ഈ ഒരു നിലാസർബ്സിന്റെ ഈ ഒരു എന്താ പറയുക ഹെർബൽ ഹെയർ പാക്ക്, അതായത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിൽ നമ്മുടെ താമര, ജടാമാഞ്ചി, അതുപോലെ താമരയല്ലി, അതുപോലെ തന്നെ നമ്മുടെ ഉലുവ, പിന്നെ നമ്മുടെ നമ്മുടെ കഞ്ഞുണ്ണി ഇല്ലേ അത്, അതുപോലെ ഭൃംഗരാജ് എന്ന് പറയുന്നത് അത്, പിന്നെ കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ക്ലെൻസിങ്ങിന് നമ്മുടെ ഷിക്കക്കായ്, റിത, സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ്, എള്ള് ഒക്കെ ഉണ്ട് കേട്ടോ. മുടി നല്ലോണം സിൽക്കി സ്മൂത്ത് ആവാനും, പിന്നെ മുടിക്ക് നല്ല ഒരു എന്താ പറയുക ഗ്രോത്ത് വരാനും, പിന്നെ നമുക്ക് എന്തെങ്കിലും ഹെയർ ഡാമേജസ്, ബ്രേക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനും ഒക്കെ നല്ലതാണ്. വീക്കിലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യണത്. എന്താ നല്ല ഒരു തിക്ക് പേസ്റ്റ് ഒക്കെ എടുത്താണ് കേട്ടോ. അങ്ങനെ ഒലിക്കാത്ത പോലെ ഇങ്ങനെയുള്ളൊരു പേസ്റ്റ് മെയിനായിട്ട് നമ്മുടെ തലോട്ടി നന്നായി തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ഈ ഒരു ഹെയറിന്റെ ഫോളിക്കിൾസിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിടിപ്പിക്കാം. അപ്പൊ ദേ നമ്മുടെ പാക്ക് നമ്മൾ എല്ലാവരുടെയും മെയിനായിട്ട് തലോട്ടി നന്നായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആ മുടിയുടെ ആ ഒരു ഇങ്ങനെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് തലോട്ടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് നമ്മൾ മുടിയുടെ തെറ്റത്തൊക്കെ തേച്ച് അങ്ങനെ കെട്ടി വെക്കുക കേട്ടോ. ഞാൻ കുറച്ചധികം സമയം വെക്കും, എന്നിട്ട് അങ്ങനെ കുളിക്കുക ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിതേ നമ്മുടെ പാറക്കുട്ടീനെ കുളിപ്പിക്കാൻ പോവാട്ടോ. ഇത് നമ്മുടെ നിലാസർബ്സിന്റെ നമ്മുടെ ഹെയർ ഓയിലാണ് പാറക്കുട്ടിക്ക് തേക്കുന്നത്. ഇത് നമ്മുടെ നിലാസർബ്സിന്റെ ഹെർബൽ നമ്മുടെ ഓറഞ്ച് പീൽ ഓയിൽ. അപ്പം അത് ഏകദേശം എത്ര ആയിട്ടുണ്ട്. ചെറിയ ബോട്ടിൽസ് ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ 2 200 ml 500 ml ഉണ്ട്. പിന്നെ നമ്മുടെ ഹെയർ ഓയിലും ചെറിയ ബോട്ടിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം തലയിൽ, അപ്പം മുടി കണ്ടില്ലേ പാറക്കുട്ടിയുടെ മുടി ഞങ്ങൾ രാത്രി ഇതുമാതിരി ഇങ്ങനെ കുടുംബ കെട്ടി വെക്കും. കാരണം അപ്പം നമുക്കിത് ഇങ്ങനെ തേച്ച് കൊടുക്കാം. പാറക്കുട്ടി ഇങ്ങനെ തിരിഞ്ഞ് മുടി വലുതായി ഞങ്ങളുടെ തിരിഞ്ഞ് ഇങ്ങനെ കണ്ട. ഞാനത് ഇത്ര എത്തിയിട്ട് മുടി ഇവിടെ വെച്ചിട്ട് സെറ്റാക്കാന്നാണ് വിചാരിക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വെട്ടാത്ത കേട്ടാ. അതായത് മുടി ഇത്രയ്ക്ക് വളർന്നിട്ട് ഇത്രയും വെച്ച് സെറ്റാക്കി വെക്കാം. ഇവിടെ മുടി ഇങ്ങനെ ചുരുണ്ടി എടുക്കണ മുടിയായി കാരണം ഇത്ര ആകുമ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ ചുരുണ്ടി എടുക്കും. അതിന് വേണ്ടിയിട്ടാ. പറ്റ വെട്ടണില്ല, പറ്റ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല വെട്ടാൻ. ഞാൻ അമ്മൂൻ്റെ അധികം വെട്ടിയിട്ടില്ല. അമ്മൂൻ്റെ പിന്നെ തനി കോലം മുടിയാണ്. കോലം എന്ന് പറഞ്ഞാൽ എൻ്റെ പോലത്തെ നൈസ് മുടിയല്ല, അവളുടെ അച്ഛൻ്റെ പോലത്തെ കുറച്ച് ഫ്രിസിങ് കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കെട്ടിവെക്കാം. ഒന്ന് കെട്ടിവെക്കും, എന്നിട്ട് ഇനി മേല് തേക്കും. മേല് തേക്കുമ്പോൾ ഞങ്ങൾ ഉടുപ്പ് വരണം. അപ്പം ഞങ്ങൾ വീഡിയോയിൽ കാണിക്കില്ല കേട്ടോ. ഉടുപ്പ് വരാൻ പറ്റേ അപ്പം ഞങ്ങൾ ഇതേ തേച്ചിട്ട് വരാം, കുളിച്ചിട്ട് വരാം. എനിക്കാണെങ്കിൽ ജിമ്മ് കഴിഞ്ഞ വശം വന്ന് കുളിക്കണം എന്നുണ്ടായിരുന്നു, കാരണം ഭയങ്കര വേർത്തിട്ട് വരാം. പക്ഷെ അതിനുള്ള സമയമില്ല. പിന്നെ അപ്പൊ ഞാൻ കാരണം ഒന്ന് ഫ്രീ ആയി അമ്മൊക്കെ പോയി ഒന്ന് സെറ്റ് ആയിട്ടാണ് കേട്ടോ കുളീൻ്റെ ഉള്ളിലേക്ക്. അപ്പൊ ദേ പാർക്കുട്ടീനെ കുളിപ്പിച്ചതിന് ശേഷം ഞാനും പോയി കുളിച്ചു. പിന്നെ ദേ ഞാൻ ചെയ്യണത് മുടി നനഞ്ഞ മുടി വെള്ളമൊക്കെ തോർന്നതിന് ശേഷം ഇതെന്റെ മുടിക്ക് തിക്ക് വെക്കണ ഒരു DIY ആയിട്ടാണ് ഞാൻ ചെയ്യണത്. ഒരു റെസിപ്പിയാണ്.
അപ്പൊ അത് ഞാൻ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഇടും. കുറച്ച് കഴിയുമ്പോൾ നല്ല ഉള്ളു വെച്ച് കെടുക്കൂട്ട മുടി. അതിനുശേഷം ഞാൻ നമ്മുടെ സ്കിൻ കെയർ ചെയ്യാട്ടോ. സ്കിൻ കെയർ ചെയ്യുന്നത് ഇപ്പൊ കുളി കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം അവസാനം നമ്മുടെ സൺസ്ക്രീൻ നിലാസെറിപ്സിന്റെ മതി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എങ്ങനെയാന്ന് വെച്ചാൽ 2 ഫിംഗറിൽ എടുക്കും. അതൊന്ന് ഫേസിൽ ഇട്ടതിന് ശേഷം 1 ഫിംഗറിൽ നെക്കിലും കൂടി ഇട്ട് കൊടുക്കും. അതാണ് എന്റെ ഡെയിലി റുട്ടീൻ കാരണമല്ലേ. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഫൈനലി ലിപ് ബാം. എനിക്ക് ലിപ് ബാം എന്ന് പറഞ്ഞാല് ഭയങ്കര എന്താ പറയാ, എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ലിപ് ബാം. എപ്പോഴും ഇങ്ങനെ ലിപ്സ് ഇങ്ങനെ ബട്ടറി പ്ലംഡ് ആയിട്ടിരിക്കും. പാർക്കുട്ടി ചോദിച്ചപ്പോൾ ഞാൻ പാർക്കുട്ടിയെ കുടിച്ചു കൊടുത്താട്ടെ. അങ്ങനെ നമ്മള് നമ്മുടെ ആ ഒരു ഒറിജിനൽ സാൻഡൽ ആണ് കേട്ടോ. ഇത് പാർക്കുട്ടിക്ക് ഇന്നും കുരുതോടന്റെ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് മറ്റുള്ള സാൻഡലൊന്നും മേടിച്ച് ഉപയോഗിച്ച് അത്ര നല്ലതല്ല, ഒരു പാടൊക്കെ വീഴും. അപ്പൊ ഇത് ഒറിജിനൽ ആണ്. നമ്മുടെ കേരള ഫോറസ്റ്റിന്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് നമ്മള് അത്യാവശ്യം റേറ്റ് ഉണ്ട് അങ്ങനെ മേടിച്ചതാട്ടോ. അപ്പൊ അത് നമ്മളിതേ തൊട്ട് കൊടുത്തു. ഇനി നമുക്ക് നേരെ പോയിട്ട് അടുക്കളയിൽ പണിയുണ്ട്. അങ്ങനെ കുളി കഴിഞ്ഞ് സെറ്റായി. ഇതേ മുടിയൊക്കെ ഒന്ന് ഉണങ്ങാണ്ട് കേട്ടോ. അപ്പൊ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് കണ്ടില്ലേ. ഇനി നമ്മള് പായസം ഉണ്ടാക്കാന്നുള്ള പരിപാടിയാണ്. അപ്പൊ പായസം ഉണ്ടാക്കാനായിട്ട് പാറ ഇവിടെ വെയിറ്റിംഗ് ആണ് പായസം ഉണ്ടാക്കാനായിട്ട് അല്ലേ. ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഇരിപ്പാണ്. അമ്മ പായസം ഉണ്ടാക്ക് കുളിക്കാൻ പോണേ മുന്നേ തുടങ്ങിയത്. അപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മുടെ ഡബിൾ ഹോഴ്സിന്റെ ഈ ഒരു വെർമിസലി ഖീർ മിക്സ് ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാറില്ലല്ലോ, പാല് മാത്രം മതി. പക്ഷെ ഞാന് സെപ്പറേറ്റ് ഇവിടെ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മറ്റേ അമൂലിന്റെ സ്വീറ്റിന്റെ കണ്ടൻസ്ഡ് മിൽക്കില്ലേ, പല്ലിമ്മ ക്ലിപ്പിട്ടുള്ള കാര്യം അതെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മുടെ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാഷു എടുത്തിട്ടുണ്ട്. അതായത് ക്യാഷു മറ്റേ ഇത് ഇഷ്ടമില്ല കേട്ടോ. അതായത് നമ്മുടെ ഉണക്കമുന്തിരി ഇവിടെ ആർക്കും ഇഷ്ടമില്ല. ഞാൻ മാത്രമാണ് കഴിക്കുള്ളൂ. അമ്മൂന് ഇഷ്ടമില്ല, ചേട്ടന് ഇഷ്ടമില്ല, പാറുവിന് ഇഷ്ടമില്ല. ഇവര് അച്ഛനും മക്കളും ഒറ്റ കെട്ടാൽ മിക്ക കാര്യങ്ങൾക്കും. ഞാൻ മാത്രമാണ് വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത്. ഇവർക്ക് അച്ഛനും മക്കൾക്കൊക്കെ ഒരേ ടേസ്റ്റ് കൂടുതലും. അമ്മൂനാണെങ്കിലും പാറുവിനാണെങ്കിലും കൂടുതൽ എന്താ പറയാ, പാറുവിന് എരിവ് ഇപ്പൊ പിടിച്ചു തുടങ്ങി, എരിവ് അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് ഉപ്പ ഇഷ്ടം, മധുരം ഇഷ്ടമില്ല. ചേട്ടന് മധുരം അടുത്ത് കൂടെ പോണെന്ന് പോലും ഇഷ്ടമില്ല. അമ്മൂന് മധുരം ഇഷ്ടമില്ല, എരിവ് ഇഷ്ടം. അവള് വലുതാവുന്ന പറഞ്ഞാൽ അവൾക്ക് എരിവ് ഇഷ്ടമായി തുടങ്ങി അമ്മൂന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഒരു കാറ്റഗറി ഇല്ല. എനിക്കാണെങ്കിൽ എരിവ് ഇഷ്ടമില്ല, ഉപ്പ് ഇഷ്ടമില്ല, എനിക്ക് മധുരം ഇഷ്ടം. അപ്പൊ ഞാൻ വേറെ കാറ്റഗറിയില്ല. അങ്ങനെയാണ് അച്ഛനും മക്കളും ഒറ്റക്കൊക്കെ ഒരു കിട്ടാം. അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നത്. വലുതാൻ തന്നെ അവരൊക്കെ കൂടി ചവിട്ടി പുറത്താക്കാമോ എന്ന് പറയും. അപ്പൊ നമുക്ക് ആദ്യം ഞങ്ങള് 1 2 3 4 ആളല്ലോ ഉണ്ട്. ഞങ്ങൾ 4 ആളല്ലേ ഉള്ളു. അപ്പൊ 4 ആൾക്ക് വേണ്ടിട്ട് ഞങ്ങള് 4 ഗ്ലാസ് എന്താ പറയാ പായസം, പിന്നെ ഒരു ലേശം കുറച്ച് കൂടുതൽ അത്ര ഉണ്ടാക്കണല്ലോ. കൂടുതൽ കുറെ വെള്ളം ഒഴിച്ച് അങ്ങനെ ഭയങ്കര ലൂസായിട്ട് അല്ലെങ്കിൽ കുറെ അധികം വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഒരു എന്താ പറയാ ഒരു രീതി ഡയറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഒരു ഗ്ലാസ് കുടിക്കുക, തട്ടല്ല പാറു, ഒരു ഗ്ലാസ് കുടിക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു രീതിയിലാണ് ഞങ്ങള് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് ആദ്യം പാല് പൊട്ടിച്ച് പാലോട് തട്ടല്ലെങ്കോ സ്റ്റൂൾ ഇട്ടിട്ടുള്ളൂ കാണണം. സ്റ്റൂൾ എടുത്തിട്ട് അവിടെ എന്റെ ട്രൈപോഡിന്റെ അടിയിൽ ചെന്നിരിക്കാൻ മറിച്ചിടും. അപ്പൊ ഞാൻ പാല് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നത്. അപ്പൊ നമുക്ക് അപ്പുറത്തെ നേരം കൊണ്ട് നമ്മുടെ എന്താ പറയാ ക്യാഷ് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ കാഷ്യൂ. ഇവിടെ പാല് ഞാൻ വെച്ചിട്ടുണ്ട്. പാലോടി. അപ്പൊ നമ്മുടെ പാല് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാഷ്യൂ ഇവിടെ ഒന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെർമിസെലി ഇത് നമുക്കൊന്ന് പൊട്ടിക്കാം. അപ്പൊ നമ്മള് പാല് തിളച്ചപ്പോ നമ്മുടെ സേമിയ ഇട്ടു. ഇതേ കണ്ടില്ലേ, സേമിയ ഇട്ടു. പിന്നെ നമ്മുടെ ക്യാഷൊക്കെ അല്ലെങ്കിൽ പാറത് മൊത്തം തിന്നും. അത് കാരണം ഞാൻ വേഗം ഇട്ടുപോയില്ല. അവസാനമാവാൻ നിന്നില്ല, കഴിഞ്ഞു തുടങ്ങി. ആള് തിന്നേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഫ്രൈ ചെയ്തപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ആളങ്ങനെ എടുത്ത് തിന്നണാനെ എടുത്തിട്ടു. നമുക്ക് സെറ്റ്. അപ്പൊ നമ്മുടെ പായസം ഉണ്ടാക്കി കഴിഞ്ഞു. എന്റെ ടെസ്റ്റർ ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ടെസ്റ്റർ ഒരു തുള്ളി കഴിച്ചുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഒരു കുഞ്ഞു പാത്രത്തില് ചൂടാറാൻ വേണ്ടി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ പായസം ഏകദേശം കുറച്ചുള്ളൂ കേട്ടോ. നമ്മള് 4 പേർക്ക് 1 ഗ്ലാസ് എടുക്കാം. പിന്നെ ഒരു സ്വല്പം കൂടി ഉണ്ടാവും, അത്രേനെ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ പായസം. ഇതാ ഇത്ര ഉള്ളൂ. അത് നമ്മളിപ്പോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാം ഉള്ളൂ കുറച്ച്. അപ്പൊ ഇനി നമുക്ക് ഇത് ചൂടാറിയിട്ട് കഴിക്കാം, ഊണ് കഴിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാ. ചേട്ടനതേ ബ്രൗൺ റൈസ് നമ്മുടെ തോരനൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കും കുറച്ച് റൈസും തോരനും, സാമ്പാർ, പിന്നെ കുറച്ച് കുക്കുംബർ അരിഞ്ഞതാണ്, സാലഡ്, പിന്നെ ബാർക്കുട്ടി കുറച്ച് പനീറും
പിന്നെ ചോറിട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ്ക്ക് ഞങ്ങളുടെ സ്നേഹമൊക്കെ പങ്കുവെച്ച് അങ്ങനെ ഞങ്ങള് 3 ആളുള്ളൂ. എന്നാലും ഞങ്ങള് ഉള്ളത് കൊണ്ട് ഞങ്ങളങ്ങനെ സന്തോഷകരമായി ഞങ്ങൾ പായസം ഉണ്ട് കേട്ടോ, ഞാൻ കാണിക്കാൻ മറന്നത്, പായസം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് ഊണൊക്കെ കഴിച്ച് സെറ്റാക്കിട്ടോ. പെട്ടെന്ന് എനിക്ക് ഉറക്കം വന്ന മാതിരി. ഞാൻ കിടന്ന് ഉറങ്ങി കുറച്ചു നേരം. ഉറങ്ങി കഴിഞ്ഞിട്ട് ഇനി ഞങ്ങളുടെ ബർത്ത്ഡേ ഞങ്ങൾക്ക് ആഘോഷിക്കണം, കേക്ക് മുറിക്കണം. അതെ, പാറും കുറച്ച് നേരം ഉറങ്ങി. ചേട്ടൻ ഉറങ്ങിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കിടന്നേ, പക്ഷെ ഞാനും പാറും ഉറങ്ങി. അപ്പം അമ്മ ഇപ്പോൾ വരും. അപ്പം ഞാൻ ചേട്ടനും പാറുവിനൊക്കെ പാലുണ്ടാക്കട്ടെ. അമ്മന് ഇത്തിരി പായസം എടുത്ത് വെക്കണം. അമ്മനും കൂടെ ഉള്ള പായസം കഴിഞ്ഞ് ഓരോ ഗ്ലാസ്. അപ്പോൾ നമുക്ക് ഓക്കെ ഏട്ടാ, ഈ അമ്മ വന്നിട്ട് ബലൂണൊക്കെ കെട്ടും. ബൈ. ബൈ. അമ്മ പോയതിന് ശേഷം ഒരു പണിയുണ്ട്. ചേട്ടന് ചിക്കൻ സാലഡ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാനും കഴിക്കലുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ കഴിക്കാത്തത് കേക്ക് എന്തായാലും കഴിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പിന്നെ വേറെ ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയില്ല, എനിക്ക് അമ്മൂന് ഞാൻ ഉണ്ടാക്കലുണ്ട്. അപ്പൊ അതേ ചേട്ടന് വേണ്ടി ചിക്കൻ സാലഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പാറുവിന് കൊടുക്കലുണ്ട്, ഇന്നും കൊടുക്കില്ല. ചിക്കൻ കുറച്ച് ചില ദിവസങ്ങൾ എടുത്തിട്ട് അവൾക്കൊന്ന് ആവിയിലൊന്ന്, അതായത് ജസ്റ്റ് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഇങ്ങനെ കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പാറക്കുട്ടീനെ ഞാൻ മേല് കഴിച്ചു വൈകുന്നേരം. അങ്ങനെ ഞങ്ങൾ കറുപ്പിടാന്ന് വിചാരിച്ചു. അപ്പൊ അവൾക്ക് ഉടുപ്പിടിച്ച് നേരത്തിട്ട് കൊടുത്തു. പാറക്കുട്ടിയുടെ മുടി കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പാറക്കുട്ടി മുടി. കാരണം എന്താണെന്ന് അറിയാം, എനിക്ക് ചുരുള മുടി ഭയങ്കര ഇഷ്ടമാണ്. തന്നെ പ്രത്യേകിച്ച് ഇവളുടെ രണ്ടും കൂടി മിക്സ് ആയത്, അതായത് തലയുടെ ഓട്ടിയുടെ, അതായത് തുടക്കത്തിലൊക്കെ ഇങ്ങനെ കോലനും അടിയിൽ വരുമ്പോൾ നമ്മളിങ്ങനെ കേൾ ചെയ്ത പോലെ കെടുക്കണ മുടി. അതായത് നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കേളർ വെച്ച് കേളിയില്ല, അവൾക്കത് ദൈവം ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കുറെ കൂടി വളർന്നാൽ നല്ല ഭംഗി ഉണ്ടാവും തോന്നുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ പിടിച്ചു കൊടുക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതായിട്ട് ഞാനൊന്ന് അറേഞ്ച് ചെയ്തു. ഞങ്ങള് വലിയ കാര്യമായിട്ടുള്ള ആഘോഷം ഇല്ല കേട്ടോ, ഒരു കുഞ്ഞു കേക്ക് മുറിക്കുക അത്ര തന്നെ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ അതിൻ്റെ ഒരു ഇതുമാതിരി ഈ ഒരു ബർത്ത്ഡേയുടെ ഒരു ടാഗ് വാങ്ങിച്ച് കെട്ടി, കുറച്ച് ബലൂണും കെട്ടി. പിന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു ടേബിൾ കൊണ്ടുവന്നിട്ടു. ഇനി ചേട്ടൻ വന്നിട്ട് വേണം നമുക്ക്, ചേട്ടൻ വരുമ്പോൾ കേക്ക് ഞങ്ങൾ ഇന്നലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉള്ള പരിപാടികൾ. ഇപ്പോൾ ഇവിടെ നിന്നാലാണ് നമുക്ക് ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ, ഇവിടെ ലൈറ്റുള്ള കാരണേ. അങ്ങനെ അപ്പോൾ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ലൈറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കേക്ക് മുറിക്കാറാവുമ്പോൾ നോക്കാം കേട്ടോ, കാണാം. പാർക്കുട്ടി ഇവിടെ എപ്പോഴേ റെഡിയാണ് അല്ലേ? ദേ കണ്ട, ഞങ്ങൾ ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായി. നമുക്ക് വന്നു. കേക്ക് നമുക്കിനി ഒന്ന് മുറിച്ച് സെറ്റാക്കണം. അമ്മുക്കുട്ടി ക്രോഷറ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടൻ വന്നു, ചേട്ടൻ ഫ്രഷ് ആയിട്ട് വരട്ടെ, നമുക്ക് കേക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ബിസ്കോഫിന്റെ കേക്കാട്ടാ. അപ്പോ ഇത് നാശമായി, വേറൊന്നുമല്ല. പാർക്കുട്ടി അച്ഛൻ എന്ത് കൊടുന്നാലും പാർക്കുട്ടി എടുക്കണ ഒരു ശീലമുണ്ട്. പാർക്കുട്ടിയാണ് സഞ്ചി മേടിക്കുക അച്ഛൻ വരുമ്പോ, അല്ലെ? അപ്പൊ പാർക്കുട്ടി അറിയാണ്ട് ഓടി വന്ന് ഇത് വാങ്ങിച്ച വശം, ഇത് ഒരു സൈഡിലത്തെ ഒരു സഞ്ചി മാത്രല്ലേ, ഈ സഞ്ചിയുടെ ഈ ഒരു വള്ളി മാത്രം ഇങ്ങനെ പിടിച്ച വശം അതൊരു സൈഡിലേക്ക് ചെരിഞ്ഞു. അപ്പൊ ഈ ഭാഗം അവിടെ മുട്ടി, അത് അവിടെ ചെരിഞ്ഞു, അങ്ങനെ ഇതായി. ഇതാണ് കേക്ക്. അപ്പൊ നമുക്ക് മുറിക്കാം. അപ്പൊ ഞങ്ങൾ ചേട്ടന് സർപ്രൈസ് ആയിട്ട് ഞങ്ങളിത് ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കേക്ക് മുറിക്കാം. ഹലോ, അപ്പൊ നമ്മളിതേ കേക്ക് കുറച്ച് കൊളായിട്ടാന്ന് വെച്ചാല് പാർക്കുട്ടി വന്ന വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ വലിച്ചിട്ട്. ഞാൻ തുറന്നപ്പോൾ ടിപ്പ് ഫ്രണ്ടിൽ നടന്നു. ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി വെച്ചിട്ട് ഓടി അങ്ങോട്ട് പോയി ഗേറ്റ് അടയ്ക്കാൻ. പറയാൻ പറ്റില്ല, ആരെങ്കിലും ബൈക്ക് കയറി വന്നു കഴിഞ്ഞാൽ ടിപ്പ് ഓടും പുറത്തേക്ക് ഓടിയിട്ട് അതിന് പിടിച്ചു കഴിഞ്ഞാൽ ആള് ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി വണ്ടി ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും വന്നിട്ട് പിടിച്ചു. അല്ല, അതായിരുന്നല്ല, അവളെന്നും കവർ മേടിക്കലുണ്ട്. എന്ത് കൊണ്ടുവന്നാലും പച്ചക്കറിയോ പഴമൊക്കെ കൊണ്ടുവന്നാലൊക്കെ കവർ, കുഞ്ഞി കവറില്ലേ, അത് ആള് മേടിക്കും. മീൻ കൊണ്ടുവന്നാലും ആള് കവർ മേടിക്കും. അത് അവളുടെ ഒരു ശീലമാണ്, ചെറുപ്പം മുതലേ അങ്ങനെയാണ്. അവള് നടന്ന് വർത്താനം പറയാൻ തുടങ്ങിയിട്ട് അച്ഛൻ രാത്രി പുറത്തുനിന്ന് വരുമ്പോ അപ്പൊ കിറ്റ് മേടിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു വലിയ കുഞ്ഞു മിഠായി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആള് എടുക്കും. മിഠായില്ലെങ്കിൽ കുഴപ്പമില്ല, കവർ ഇട്ടാൽ മതി. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ വന്ന് പിടിച്ചാണ്. അപ്പൊ അതുകൊണ്ട് കേക്ക് കുഴപ്പമില്ല, സാരില് പോട്ടെ. അപ്പൊ നമുക്ക് മുറിക്കാം. അപ്പൊ നമുക്ക് മുറിച്ചാലോ? പാക്കുട്ടി പിടിച്ചോ, പാക്കുട്ടിക്ക് പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണണ്ടാവോ?
പാക്കുട്ടിക്ക് കാണും. അപ്പൊ അമ്മയും വിളിച്ചു, അമ്മ മാത്രമായിട്ട് എന്തെങ്കിലും. അല്ല, ഞാൻ കൈ കൊട്ടാൻ നിക്കാം. അപ്പൊ ചേച്ചി പിടിച്ച. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അച്ഛൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. പാകുഞ്ഞിന് കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് മൂത്ത സ്വത്ത്, അത് കഴിഞ്ഞിട്ട് നല്ല രസമുണ്ടല്ലേ. ആ ബിസ്കോഫിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇതാ നമ്മന്റെ കുട്ടിക്ക്. ബിസ്കോഫ് എന്ന് പറഞ്ഞ കോഫി അല്ലേ? അല്ല, ഈ ബിസ്ക്കറ്റിനെ പറയണതാ. ഉണ്ണിക്ക് കൊടുത്താ? അവൾക്ക് കൊടുത്താ? ഇപ്രാവശ്യം ഞങ്ങള് വളരെ ലളിതമായി കുഞ്ഞൊരു കേക്ക് ചെയ്തത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. പിന്നെ നമ്മളെല്ലാരും ഒരു എന്താ പറയാ, ഒരു ഡയറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് അത് കൊളാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വേറെ അധികം കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. ചെറിയൊരു കേക്കിലാണ്ട് ഒതുക്കുക. അതിപ്പോ കേക്ക് എന്തായാലും കഴിക്കും, അത് വേറെ കാര്യം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇനി ഞങ്ങള് കുറച്ച് ഞങ്ങളുടെ കയ്യിലുള്ള ഇതിനനുസരിച്ച് ഞങ്ങൾ ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുറച്ച് ഗിഫ്റ്റുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് അമ്മു അച്ഛന് വേണ്ടിട്ട് കഴിഞ്ഞ ഞായറാഴ്ച തന്നെ അമ്മു എന്റെ അടുത്ത് പറഞ്ഞ് പൈസയൊക്കെ സെറ്റ് ചെയ്ത് പോയിണ്ടായിരുന്നു അച്ഛന് ഗിഫ്റ്റ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറച്ചെണ്ണം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അവളുടെ ഫ്രണ്ടും കൂടി പോയി മേടിച്ചത്. പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമുക്ക് എന്താ പറയാ, റൂഹ് ക്രാഫ്റ്റ് ബൈ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അതെനിക്ക് അറിയില്ല, കുറച്ച് മുന്നേ അവർ അയച്ചു തന്നത്. അപ്പോൾ അവർ ഞാൻ പറഞ്ഞു 19th ഇങ്ങനെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ ഞാനത് അതിന് വേണ്ടിയാണല്ലോ അയച്ചു തന്നത്. അന്ന് മുറിക്കുക അല്ല അന്ന് പൊട്ടിക്കാന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കൊക്കെ കൂടി നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഈ ഗിഫ്റ്റും കൂടി കൊടുക്കാം, എന്നിട്ട് നമുക്കത് പൊട്ടിക്കാം. ഇത് പാകുഞ്ഞും കൊടുക്ക, അച്ഛനും കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ പറയും. അപ്പൊ ഈ ഗിഫ്റ്റ് ആട്ടാ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നത്. എന്താന്ന് അറിയില്ല, അവര് ഒരു ഗിഫ്റ്റ് ഹാമ്പറാന്ന് പറഞ്ഞേ. നോക്കാം. ചിലപ്പോ പൊട്ടും. പുറത്തേക്ക് നല്ല മണല്ലേ. അതൊരെണ്ണത്തിന് ഒരെണ്ണം വാങ്ങിച്ചപ്പോ അതിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഉണ്ട്. ആ കുഞ്ഞിനെ കാണിച്ചെടുത്തോളോ. ഇത് ഞാൻ ഈ ഒരു ബ്രാൻഡിന്റെ ഈ അൽ അഹമ്മദ് പെർഫ്യൂം ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരു 3 ദിവസം നിൽക്കുക. അതിന്റെ മണം ഡ്രസ്സിനൊന്നും പോയില്ല, നമ്മുടെ ദേഹത്തുനിന്നൊന്നും നമ്മൾ കുളിച്ചില്ലെങ്കിലും ഡ്രസ്സ് കഴുകിയില്ലെങ്കിലും ഭയങ്കര മണം. അപ്പൊ ഞാൻ അതിന്റെ കുറച്ചും കൂടി ഞാൻ മേടിച്ചതിന് കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരെണ്ണം ഞാൻ മേടിച്ചതാട്ടോ. അപ്പൊ ഇതാണ് മെയിൻ തോന്നുന്നു. അത് അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുത്. ഇതൊക്കെ ഊതാട്ടോ. ഇത് ടൊബാക്കോ ഊത് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇതാണ് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം. എന്നിട്ട് നല്ല മണല്ലേ. എന്റെ ഫേവറേറ്റ് കളർ ഷർട്ടൊക്കെ അതെനിക്കിഷ്ടമായി. അടിപൊളി മെറ്റീരിയൽ ആണല്ലോ. കറക്റ്റ് പാകാം. അതെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോകുമ്പോ പാകവും കാര്യങ്ങളൊക്കെ. മോദം മടക്കി അവിടേക്ക് വെക്കും. മടക്കി ഇപ്പൊ ചേട്ടനെ കൊറേ നാളായിട്ട് ബ്ലാക്കാണ് ഇടുന്നത്. ആളൊരു ഫേവറേറ്റ് ആക്കി ആക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു മുണ്ട് പ്രാവശ്യം മേടിച്ചപ്പോഴേ ആള് പറഞ്ഞിരുന്നു ഇതിന്റെ തന്നെ ഒന്നോട് മേടിക്കണം, നന്നായിണ്ടെന്ന്. അപ്പൊ ഞാനത് അമ്മൂനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ തന്നെ നോക്കി സെലക്ട് ചെയ്ത് അച്ഛന് യൂസ്ഫുൾ ആയത് നോക്കി മേടിച്ചതാ. എന്ന് വെച്ചാല് ഇത് കിട്ടാൻ വേണ്ടി 2-3 ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോ അതിങ്ങനെ എവിടെയെങ്കിലും ഇരിക്കും. കുറെ കഴിയുമ്പോ ചിലപ്പോ അത് കേടാവും, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടേക്ക് ആക്കും. ഇതാകുമ്പോ ഉപയോഗം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അവൾ അത് നോക്കി മേടിച്ചത്.
അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് റൂഫ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രാഫ്റ്റ് ബൈ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ് ഇതാ അടിപൊളി നമുക്കൊരു എന്താ പറയാ സ്പ്രേ കിട്ടിയിട്ടുണ്ട്. സ്പ്രേ ഹാമ്പറാണ് കേട്ടോ, ഗിഫ്റ്റ് ഹാമ്പറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതാ ഈ ഒരു ബോക്സിൽ നല്ല സൂപ്പറായിട്ട് പാക്കേജ് ഒക്കെ വെച്ച് കുറച്ച് ഫ്ലവർ ഒക്കെ വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതുപോലെ എന്താ പറയാ ചേട്ടൻ ഇനിയും ഇതുപോലെ പിറന്നാളുകൾ ആഘോഷിക്കാനായിട്ട് ദൈവം അവസരം ഒരുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ഞാൻ ഇന്ന് അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു ആദ്യം അവിടെ എന്താ പറയാ ഈ സാധനല്ലേ ഇത് തെർമോക്കോൾ, ഇത് മുഴുവൻ പൊടിച്ചവിടെ ടിപ്പ് വന്നതൊക്കെ തിന്നും. അതിന് മുന്നേ അവിടെ അടിച്ചു വരണം. മുറ്റത്തൊക്കെ കിട്ടി കഴിഞ്ഞാലേ അവനത് അറിയില്ലല്ലോ തിന്നണതാണോ അല്ലെന്ന്. ആൾക്ക് ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ആള് തിന്നും. എന്നാ ഫുഡ് നമുക്ക് മുറിക്കാം. കേക്ക് തിന്നണം, അതാണ് മെയിൻ. ഞങ്ങൾ മുറി തിന്നു നോക്കിയിട്ടില്ല, കുറച്ചല്ല തിന്നണം. നമ്മുടെയൊക്കെ ബിഹൈൻഡ് ദ സീനാണ് ഏറ്റവും അടിപൊളി. ചേട്ടൻ ഒരു സൈഡിൽ നിന്ന് വൃത്തിയാക്കുമ്പോ പാർക്കുട്ടി ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ചവറൊക്കെ അതൊക്കെ ഇവിടെ സ്ഥിരം നടക്കണതാട്ടോ. അതൊക്കെ എടുക്കാന്ന് വെച്ചാൽ വളരെ ചിരിച്ചിരിച്ച് ചാവും. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇത് പാർക്കുട്ടി അച്ഛനും കൂടി ഉറങ്ങാൻ പോണൊക്കെ മുന്നുള്ള ഒരു യുദ്ധാട്ടോ. ആനയായിട്ട് കളിക്കല്. അത് ഞങ്ങൾ ബെഡിലെ കളിക്കുള്ളൂ, അല്ലെങ്കിൽ വീഴയും മൂക്കിടിക്കൊക്കെ ചെയ്യുമല്ലോ. ബെഡിലാകുമ്പോ പിന്നെ അങ്ങനെ വീഴാനും കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ വാട്സ്ആപ്പ് നമ്പറൊക്കെ കൊടുത്ത് നമ്മുടെ പ്രൊഡക്ട്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒക്കെ വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. എല്ലാവർക്കും നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യണേ. ബൈ.